ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഖനന അഴിമതി കേസിലാണ് നടപടി. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. നിലവിലെ ഗതാഗത മന്ത്രി ചമ്പൈ സോറൻ പുതിയ മുഖ്യമന്ത്രിയാകും. ഡൽഹിയിൽ നിന്നും അച്യുതനുണ്ട് വിവരങ്ങളുമായി. അച്യുതൻ, ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നാലെ ചമ്പൈ സോറൻ പുതിയ മുഖ്യമന്ത്രി ആകുമെന്ന വിവരം കൂടി വരുന്നു. സോറന്റെ അറസ്റ്റിനു പിന്നാലെയുള്ള തുടർ നടപടികൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? അരുണിയ, നിലവിൽ ഈ ഖനന അഴിമതി കേസുമായി ബന്ധപ്പെട്ട ഇ.ഡി. അറസ്റ്റ് ചെയ്ത ഹേമന്ത് സോറന്റെ വൈദ്യ പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. ഇതിൽ പ്രത്യേകമായിട്ടുള്ള മെഡിക്കൽ സംഘം അല്പം മുൻപ് റാഞ്ചിയിലെ ഇ.ഡി. ആസ്ഥാനത്ത് എത്തിയിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഈ മെഡിക്കൽ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. തുടർന്ന് നാളെ ഹേമന്ത് സോറനെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് ഇ.ഡി. കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്യും. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് തുടർ നീക്കങ്ങൾ അത് വേഗത്തിലാക്കുവാൻ കൂടിയാണ് ഇ.ഡിയുടെ നീക്കം. ഒപ്പം ഈ JMMന്റെ പുതിയ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചെമ്പൈ സോറൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പൊതുവെ ഒരു മുതിർന്ന നേതാവായതുകൊണ്ടാണ് ചെമ്പൈ സോറനെ ഇതുമായി ബന്ധപ്പെട്ട ഭരണകക്ഷി MLA തെരഞ്ഞെടുത്തത്. നേരത്തെ കൽപ്പന സോറൻ മുഖ്യമന്ത്രി ആയേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. പക്ഷേ ഈ അഭിപ്രായം ഉയർന്നപ്പോൾ പ്രത്യേകിച്ച് ഇ.ഡി. ഈ അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടായേക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പാർട്ടി ഇത്തരമൊരു തയ്യാറെടുപ്പ് ഇന്നലെ നടത്തിയത്. നിയമസഭാ കക്ഷി യോഗത്തിൽ ഏകകണ്ഠമായിട്ട് ചെമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അങ്ങനെ MLA വ്യക്തമാക്കുന്നത് മറ്റൊരു അഭിപ്രായമില്ലാതെ ഏകകണ്ഠമായി തന്നെ അദ്ദേഹത്തിലേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ്. എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ തയ്യാറെടുപ്പുകളും ഹേമന്ത് സോറന്റെ നേതൃത്വത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഈ 9 സമൻസുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇ.ഡി. ഹേമന്ത് സോറൻ നൽകിയിരുന്നത്. ഇതിൽ 8ാമത്തെ സമൻസിന് കഴിഞ്ഞ ജനുവരി 20-ന് ഹേമന്ത് സോറൻ ഇ.ഡിക്ക് മുന്നിൽ ഹാജരായിരുന്നു. അന്ന് ഇ.ഡി. ഈ കേസിൽ ചോദ്യം ചെയ്തതാണ്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 9ാമത് സമൻസ് നൽകിയതെന്നായിരുന്നു ഇ.ഡിയുടെ വിശദീകരണം. എന്തായാലും ആ 9ാമത് സമൻസ് ഇന്ന് 7 മണിക്കൂർ ഇ.ഡി. ചോദ്യം ചെയ്തതിന് ഒടുവിലാണ് ഹേമന്ത് സോറന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഏതാണ്ട് 9:30 അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പൊതുവെ ഇ.ഡി. ചോദിച്ച ചോദ്യങ്ങളോട് അദ്ദേഹം മറുപടി നൽകിയില്ല എന്നുകൂടി ഇ.ഡി. വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ശക്തമായ തെളിവുകൾ ഹേമന്ത് സോറനെതിരെ ഉണ്ടെന്നും ഇ.ഡി. വാദിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ നീക്കങ്ങൾക്കും ഒടുവിലാണ് ഇന്ന് 9:30 ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നാളെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. ശരി, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇ.ഡി. അദ്ദേഹം രാജിവെച്ച് മിനിറ്റുകൾക്ക് ശേഷമായിരുന്നു അറസ്റ്റ്. നിലവിലെ ഗതാഗത മന്ത്രിയായിട്ടുള്ള ചമ്പൈ സോറനാകും ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.